തൻ 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 തൻ. സ്വപ്നമായിരുന്നു. ചേട്ടാ ഇപ്പഴാണോ എഴുന്നേക്കുന്നത്? ഇത്ര സമയം കൊണ്ട് വിളിക്കാം. ചേട്ടായി, എന്നെ തൊട്ടടുത്ത വീട്ടിൽ കെട്ടിച്ചെന്ന ശേഷത്തെ എന്നും രാവിലെ ഇതുപോലെ ഭക്ഷണം കൊണ്ടുവരാൻ പറ്റുന്നു. ചേട്ടായി ഒരു കാര്യം ചെയ്യും, പെണ്ണൊക്കെ കെട്ട്. ഇനി ഇത്രയും പ്രായമൊക്കെ ഇനി അതൊക്കെ നടക്കുന്ന കാര്യമാണ്. ശ്രമിച്ചാൽ കിട്ടാത്തൊന്നുമില്ല. ശ്രമിച്ചു നോക്കിയേ. ചേട്ടായി ശ്രമിക്കാഞ്ഞിട്ടല്ലേ? ഒന്ന് ശ്രമിച്ചു നോക്കി. എത്ര കുട്ടികളുണ്ട്, ഒന്ന് പോയി കാണും. നോക്കാം നമുക്ക്. ജീവിക്കാനുള്ള ചുറ്റുപാട് ഉണ്ടാക്കിയെന്നെ. ഇനിയിപ്പോ കല്യാണം കഴിക്കുന്ന പ്രശ്നം ഏതാ താല്പര്യമില്ലേതല്ല. എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയെ കിട്ടുമെന്നുള്ളൊരു സംശയമാടാ. അതുകൊണ്ടാ കല്യാണങ്ങൾക്ക് താല്പര്യമുണ്ടടാ. അങ്ങനെ ചോദിച്ചാൽ ഞാനോടും പറയാൻ കേട്ടോ. തീയാടാ. പിന്നത്തെ പ്രശ്നം അന്നേരം പെണ്ണിനെ കണ്ടുപിടിക്കുന്നു, കിട്ടുന്നു. പെങ്ങളെ പെണ്ണിനെ നോക്കി ആരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു വാക്കു മൂളിയവൻ പെണ്ണും വിട്ട് തരും. ഇവിടെ ആരും ഇല്ലേ? ലംബോദരൻ ടീപ്പിങ്ങളല്ലേ? ഞാൻ കല്യാണ ബ്രോക്കറാണ്. നിങ്ങളെ തങ്ങൾ പറഞ്ഞിട്ട് വന്നതാ. മൊത്തത്തിലൊരു ഓൾഡ് പീസാണല്ലോ. വല്ല സെക്കൻഡ് ഒറ്റ നോക്കാം. രണ്ടാം കെട്ടിന്ന്. രണ്ടാം കേട്ടോ, അതൊന്നും പറ്റിയല്ല. എനിക്ക് തന്നെ ഫ്രഷ് തന്നെ വേണം. എനിക്ക് എത്ര വയസ്സുണ്ട്? എന്നെ കാണുമ്പോ എത്ര വയസ്സുണ്ടോ അത്ര തന്നെ ഉണ്ട്. കല്യാണല്ലോ എന്ന് പറയുമ്പോ കുറച്ച് വിട്ടുവീഴ്ചെല്ലാം വേണം. പിന്നെ ഒന്നാം കെട്ടാനും വേണ്ടില്ല, രണ്ടാം കെട്ടാനും വേണ്ടില്ല. 35 വയസ്സിന്റെ മേലെ ആയിരിക്കും കുട്ടികൾ. പിന്നെ ഒരു കാര്യം, എന്റെ കമ്മീഷനൊന്നും കുറയില്ല. കാലത്താണ് ഓൾഡ് മനുഷ്യൻ. എടാ, നിന്റെ കല്യാണം നടത്താൻ പറ്റിയൊരു ബ്രോക്കറെ കൊണ്ടുവന്നു. ആ കൊച്ചോട് സംസാരിച്ചിരിക്കുന്ന കക്ഷി. എടാ, അങ്ങനെയാണെങ്കിലേ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു ശാലീന സുന്ദരിയായ ഒരു കുട്ടിയുടെ ഫോട്ടോ ഉണ്ട്. അതെങ്ങനെയും ഒന്ന് എടുത്തരാൻ പറ്റുമോ? നീ കമ്മീഷൻ കൊടുത്താൽ ഇപ്പഴൊക്കെ ശരിയാണോ? നീ വാ. ആ മോളെ, അച്ഛനോട് പറയണ ചേച്ചിയുടെ പഠിത്തം കഴിയുമ്പോ എന്നോട് പറയേ. നല്ല ചെറുക്കന്മാരുടെ കയ്യില് കേട്ടല്ല. കുഴപ്പമില്ല, ഒന്ന് പൊടി തട്ടി എടുക്കേണ്ടി വരും. പക്ഷെ കമ്മീഷൻ കൊടുക്കാൻ അത് കുഴപ്പമില്ല. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടുവച്ചിട്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് നടത്തി തന്നാൽ വലിയ സന്തോഷമായിരുന്നു. ഇങ്ങോട്ട് വന്ന ഇന്നത്തെ കൂട്ടുകാരനെ പ്രായം കൂടുതലാണെന്നല്ല പറഞ്ഞു. നേരെ കൊടുത്തില്ലെന്ന് പറഞ്ഞല്ലോ. നീ ഇതൊന്ന് നോക്കി. എന്തിനാ ഭംഗിയത്? എന്താണ് നിനക്ക് ദേഷ്യം വന്നെന്താന്ന് ഞാൻ പറയട്ടെ. ഈ കൊച്ചിന് എന്നേക്കാളും കുറച്ച് കളറ് കുറവായത് കൊണ്ടല്ലേ. അത് സാരക്കണം, ഒരു പാവം കൊച്ചല്ലേ. അതൊക്കെ പോട്ടെ, എന്റെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ഇതിലാരെങ്കിലും പറ്റുമോ നോക്കി. വേണ്ട, അതിലേതാ
ഇത് വേണ്ട. വേണ്ട. ആ ഇത് മതി ഇത് മതി, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. അയ്യോ, ഇതെന്റെ ഭാര്യ. ഇത് പഞ്ചായത്ത് കൊടുക്കാനുള്ള ഫോട്ടാ. വേറെ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കിയാ. വേറെ ഒന്നുമില്ല. എങ്കിലേ നമുക്ക് വേറൊന്ന് കണ്ടുപിടിക്കാം. ഒരു 30-35 പ്രായം വരും കേട്ടോ. 25 രൂപ കമ്മീഷൻ. ഒരു 30 രൂപയാക്കിയാലോ? പ്രായം പറയും. ഒരു 50 രൂപയാക്കിയാലോ? 50 ആണെങ്കിൽ 24, 25. അതിലപ്പുറം പോവില്ല. ഒരു റൗണ്ടാക്കി 1 ലക്ഷം രൂപയാക്കിയാലോ? ഒരു റൗണ്ട് ആക്കിയ പ്രയാസമാണ്, എന്നാലും നമുക്ക് സെറ്റാക്കാം. ഒരു 18, 19, 20. എന്നാ പിന്നെ കാര്യങ്ങൾ എങ്ങനെയാ? ഈ കാര്യങ്ങള് അടുത്ത ആഴ്ച എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് അടുത്ത ആഴ്ച തന്നെ കല്യാണം നടത്തും. എന്നാലെ കല്യാണം ഞാൻ മുടക്കും.